ബില്ല് പാസ്സാക്കിയിട്ട് അയച്ചു കൊടുക്കുന്ന ക്രിസ്ത്യൻ പള്ളികൾക്കാണ്. ഇവരാണ് ആദ്യം. ഇതിനാണ് ഇവിടുത്തെ അടിമത്തം, ഇവിടുത്തെ പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ചരിത്രകാരന്മാർ പോലും ഇവർക്ക് അനുകൂലമായിട്ടാണ് ഓരോ സാധനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഓൾ ഇൻ, ഞാൻ ഇവരുടെ പേരോൾ ഇല്ലാത്തവരാരാ ഉള്ളത്? ഒറ്റ വാക്കിൽ ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യണത് എന്താണ് ഇസ്ലാം? ഗ്ലോബലൈസേഷൻ ഓഫ് എ ലോക്കൽ ഗോഡ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇവിടെ ജാതി അധിക്ഷേപം, ജാതി അക്രമം, അങ്ങനെ അടിമത്തം ഒക്കെയുണ്ട്. ഇവിടെ അടിമത്തം നിരോധിക്കുന്നത് 1885 ഉത്തരട്ടാതിരുന്നാൽ ഗൗരി പാർവതി. അതെ. ഇവർ ഈ ബില്ല് പാസ്സാക്കിയിട്ട് അയച്ചു കൊടുക്കുന്ന ക്രിസ്ത്യൻ പള്ളികൾക്കാണ്. കാരണം ക്രിസ്ത്യൻ പള്ളികൾ വഴിയിട്ട് പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെ എല്ലാം അടിമകളാക്കി വിറ്റുകൊണ്ടിരുന്നത്. ഇതുവരെ മിണ്ടുന്നില്ല. പോപ്പ് എനിക്ക് തോന്നുന്നു 1994 തോന്നുന്നു പബ്ലിക്കായിട്ട് കത്തോലിക് പോപ്പ് മാപ്പ് അപേക്ഷിച്ചു. അടിമകളാക്കി ഈ നാട്ടിലെ ജനങ്ങളെ വിറ്റതിന് മാപ്പ് അപേക്ഷിച്ചു. ഇതൊന്നും ഇവിടെ മിണ്ടില്ല. ലോകം മുഴുവൻ അടിമത്തം വർദ്ധിപ്പിച്ചതും അടിമത്തത്തിന് മുൻകൈ കൊടുത്തതും ഇവരാണ് ആദ്യം. ഇതിനാണ് ഇവിടുത്തെ അടിമത്തം, ഇവിടുത്തെ പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചരിത്രം തെറ്റായി വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ചരിത്രം തെറ്റായി ആരോ വായിച്ച് തരികയാണ് ഉണ്ടായത്. അത് തിരുത്തണം, അതിന് പഠിക്കണം. ഇവിടുത്തെ പ്രധാന ചരിത്രകാരന്മാർ പോലും ഇവർക്ക് അനുകൂലമായിട്ടാണ് ഓരോ സാധനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഓൾ ഇൻ, ഞാൻ ഇവരുടെ പേരോൾ ഇല്ലാത്തവരാരാ ഉള്ളത്? ഇവരെ എതിർക്കുന്നവരാരാ ഉള്ളത്? ആരും എതിർക്കില്ല. ഇവരൊരു ചരിത്രത്തിലില്ലാത്ത പുരുഷനെ ചരിത്ര പുരുഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ തന്നെ പറഞ്ഞൊരു കോട്ടുണ്ട്. അതായത് ഒറ്റ വാക്കിൽ ക്രിസ്ത്യാനിറ്റി ഡിഫൈൻ ചെയ്യണത് എന്താണ്? എ ലൈ വെൽ മാർക്കറ്റഡ്. നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ടൊരു നുണ. എന്താണ് ഇസ്ലാം? ഗ്ലോബലൈസേഷൻ ഓഫ് എ ലോക്കൽ ഗോഡ്. അതാണ് സത്യം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, അവരെ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുകയല്ല. അവർ സമർത്ഥമായ അവരുടെ മതം ചെറിയൊരു പുസ്തകം വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നു. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ശില്പകലയും സംഗീതവും എല്ലാം ഉള്ള ഈ നാട്ടിൽ എന്തിനീ ഹിന്ദു സന്യാസി, എന്തിനീ പ്രഭാഷകൻ, അല്ലെങ്കിൽ എന്തിനീ ചരിത്രാധ്യാപകൻ ബുദ്ധനെ പറ്റിയും ജൈനനെ പറ്റിയും അല്ലെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയും സ്തുതിച്ച് പറയുന്നു? ഇവിടെ എന്തൊക്കെ പറയാനുണ്ട്? 1000 കൊല്ലം ഇരുന്ന് പറഞ്ഞ് തീരുന്ന കാര്യമാണോ? അപ്പം നമുക്ക് നമ്മുടെ അഭിമാനം ഉണ്ടാവാത്ത രീതിയിൽ നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിന് മാറ്റം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.